എൻ്റെ പേര് ക്രിസ്റ്റീൻ എം വർഗീസ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പെങ്ങൾ. അച്ഛനും അമ്മയും ട്യൂഷൻ ടീച്ചറാണ്. അമ്മ ട്യൂഷൻ ടീച്ചറാണ്. പെങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒത്തിരി ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിയുന്ന, ദൈവത്തെ പറ്റിയിട്ട് നല്ല ബോധ്യമുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിലേക്ക് എനിക്ക് ജനിക്കാൻ പറ്റിയെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ വലിയ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്. കാരണം മറ്റൊന്നും കാര്യമായിട്ട് ഇല്ലെങ്കിലും വീട്ടിലെല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യങ്ങളിൽ പല കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാണ്ടായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം. പക്ഷേ കുടുംബ പ്രാർത്ഥനയാണ് എൻ്റെ സ്പിരിച്വൽ ലൈഫിൻ്റെ അടിക്കല് അല്ലെങ്കിൽ തറ. കാരണം എൻ്റെ കുഞ്ഞു ചെറുപ്പത്തിൽ ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനമ്മയും ഉയർന്ന സ്വരത്തിൽ സ്തുതിക്കുമായിരുന്നു. നല്ല ഒച്ചയെടുത്ത് സ്തുതിക്കുന്ന കാരണം ചിലപ്പോഴൊക്കെ നാട്ടുകാരൊക്കെ വരാറുണ്ട് എന്ത് പറ്റി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഉണ്ണിയായിരിക്കുമ്പോൾ തന്നെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ ഇവരുടെ സ്തുതിപ്പിൻ്റെ ശബ്ദം കേട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാൻ പേടിച്ചിട്ടാണ് ആദ്യം സ്തുതിച്ചു തുടങ്ങിയത്. അപ്പോൾ ചെറുപ്പം മുതൽ എനിക്ക് സ്തുതിക്കാനും ദൈവത്തെ അറിയാനുള്ള കൃപാവരം ദൈവം എനിക്ക് ജന്മന എനിക്ക് നൽകി. എനിക്ക് ഈശോനെ പരിചയപ്പെടുത്തി തന്നതും എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്പിരിച്വൽ ലൈഫിൻ്റെ തുടക്കങ്ങളൊക്കെ നന്നായി നോക്കിയതും എൻ്റെ അച്ഛനും അമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിന് ഞാൻ അവരോട് ആദ്യം നന്ദി പറയാണ്. കാരണം എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്നും എൻ്റെ മനസ്സൊന്ന് വിഷമിച്ചാൽ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ വിളിപ്പുറത്തുണ്ടെന്നും അറിയുന്നൊരു ദൈവം ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ അച്ഛനമ്മയായിരുന്നു. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ പള്ളിയിലത്തെ ഒരു ചേട്ടൻ വഴി ജീസസ് യൂത്ത് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടെന്ന് അറിയുകയും ഞാൻ അങ്ങനെ ജീസസ് യൂത്ത് സംഘടനയിലേക്ക് വരികയാണ് ചെയ്തത്. എനിക്ക് ജീസസ് യൂത്ത് സംഘടനയിലേക്ക് വന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോയെ പറ്റി അറിയുന്ന അല്ലെങ്കിൽ ഈശോയെ പറ്റി അറിയാൻ ഒരുപാട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ത്യാഗം ചെയ്ത് ജീവിക്കുന്ന ഒരു പറ്റം സഹോദരന്മാരെ എനിക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഗുണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ഈശോനെ പറ്റി അറിഞ്ഞാൽ അത് കുറച്ചിലാണെന്നും അല്ലെങ്കിൽ ഈശോനെ പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ മറ്റുള്ളവരൊന്ന് മറച്ചു വയ്ക്കും എന്നൊക്കെ ശ്രമിക്കാൻ നടക്കുന്ന പല കുട്ടികളും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈശോയെ പറ്റി ഇത്ര അധികം അറിയാനും അല്ലെങ്കിൽ ഈശോയെ പറ്റി അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഇത്ര അധികം ത്യാഗം ചെയ്ത് നടക്കുന്ന ഒരു പറ്റം സഹോദരന്മാർ ജീസസ് യൂത്ത് സംഘടനയിലുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവം തൊട്ട ഒരു സാഹചര്യത്തിനെ പറ്റിയിട്ട് പറയാനാണ്. ഞാൻ +2 കഴിഞ്ഞിരിക്കുന്ന കാലവേളയിൽ എനിക്ക് ഡിഗ്രിക്ക് പഠിക്കണമായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഫിസിക്സ് പഠിക്കണം, ഫിസിക്സ് പഠിച്ച് വലിയൊരു ശാസ്ത്രജ്ഞനാവണം, അങ്ങനത്തെ ചിന്താഗതി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഫിസിക്സ് ഞാൻ ഇങ്ങനെ +2 നന്നായി പഠിക്കുമായിരുന്നു. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ സീറ്റ് കിട്ടണമെങ്കിൽ നല്ല ശതമാനം മാർക്ക് വേണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫിസിക്സൊക്കെ നമ്മുടെ കേരളവർമ്മയിലും സെൻറ്റ് തോമസിലൊക്കെയാണ് തൃശ്ശൂർ ഭാഗത്ത് എൻ്റെ അറിവിലുള്ളത്. അപ്പോൾ അവിടെയൊക്കെ സീറ്റ് കിട്ടണമെങ്കിൽ തന്നെ ഡിമാൻഡുള്ളൊരു കോഴ്സും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല മത്സരം ഉണ്ടാവുമായിരുന്നു. പക്ഷേ +2 കാലയളവിൽ ഞാൻ പഠിക്കുമായിരുന്നു. ഞാൻ നന്നായി ഞാൻ പഠിപ്പിൻ്റെ കാര്യത്തിന് ഞാൻ ഉഴപ്പിയിട്ടില്ല എന്ന് പറയാം. അങ്ങനെ പഠിച്ചിരുന്ന അങ്ങനെ പഠിച്ച് അവസാനം റിസൾട്ട് വന്നപ്പോൾ അതെനിക്ക് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കോഴ്സിനുള്ള പെർസെൻറ്റേജ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് സെൻറ്റ് തോമസിൽ ചെയ്യാനും ആയിരുന്നു. അപ്പോൾ പക്ഷേ സെൻറ്റ് തോമസിൽ ഞാൻ അഡ്മിഷന് പോയപ്പോൾ അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് 98% 98.5% മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ ജനറൽ അന്ന് സീറ്റ് കിട്ടുള്ളൂ. ഞാൻ പക്ഷേ അന്നേരം അപ്ലൈ ചെയ്തു, എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്തു. പക്ഷേ എവിടെയും സീറ്റൊന്നും അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. സെൻറ്റ് തോമസിലെ മാനേജ്മെൻറ്റ് കോട്ടയിലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജനറലിൽ എൻ്റെ പേരില്ല റാങ്ക് ലിസ്റ്റിൽ. ഇവിടെ മാനേജ്മെൻറ്റ് റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് 200 താഴെ അല്ലെങ്കിൽ 250 തൊട്ട് മുകളിലായിട്ടായിരുന്നു റാങ്ക് ഉണ്ടായിരുന്നത്. അതായത് മാനേജ്മെൻറ്റ് കോട്ടയിൽ ആകെ 4-5 സീറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു.
അപ്പോൾ ഒരു 4-5 സീറ്റുള്ള സമയത്ത് 225 അല്ലെങ്കിൽ 221 റാങ്ക് ലിസ്റ്റുള്ള ഒരാൾക്ക് ഒരിക്കലും ആ 4 സീറ്റിനുള്ളിലേക്ക് കടന്നു വരാൻ പറ്റില്ല. അപ്പോൾ ഞാനും അപ്പനും കൂടി അന്ന് അഡ്മിഷനെ പോയി. അവിടെ അഡ്മിഷനെ പോയപ്പോൾ ഞാൻ എന്തോ ഒരു രേഖ അങ്ങോട്ട് മറന്നു. രേഖ മറന്നപ്പോൾ ഞാനത് ഒരു ഓട്ടോ പിടിച്ച് പോവുകയാണ് ചെയ്തത്. കാരണം കട്ട് ഓഫ് മാർക്ക് 98% എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ പിന്നെ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കലും എനിക്ക് കിട്ടില്ല. 221 മാനേജ്മെൻറ്റ് കോട്ടയിലാണ്, ജനറൽ പോലും അല്ല. പക്ഷേ ഞാൻ ഓട്ടോയിൽ തിരിച്ചു പോണ സമയത്ത് എൻ്റെ അപ്പം കരയുന്നത് ഞാൻ കണ്ടു. കാരണം നിങ്ങൾക്കറിയാം, ഒരു അധ്യാപകൻ്റെ മകനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിൽ ടോപ്പ് നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ പക്ഷേ പിന്നെ നാട്ടുകാരുടെ എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര മാനസികമായിട്ടുള്ള സംഘർഷം കാരണം അപ്പം കരഞ്ഞു. പക്ഷെ അപ്പൻ കരയുന്നത് ഞാൻ കണ്ടു, അപ്പനത് കണ്ടില്ല എന്നടിച്ചു. ഞാൻ അത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് ആകെ മനസ്സുമെടുത്തു. ഞാൻ ഓട്ടോയിലിരുന്ന് ഞാൻ ആ രേഖ പിടിക്കുന്ന സമയത്ത് ഞാൻ കരഞ്ഞു. പക്ഷേ എന്താണെന്നറിയില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വിളി വന്നു. അതായത്, നീ പേടിക്കണ്ട, നിനക്ക് ഇവിടെ ഞാൻ സീറ്റ് ഒരുക്കി തരാമെന്ന്. പക്ഷേ അത് എങ്ങനെ നടക്കും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം 220 റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നത്തിൽ പോലും നടക്കാൻ പോണ കാര്യമില്ല. ആരെങ്കിലൊക്കെ 4 സീറ്റിൽ കയറും. അപ്പോൾ അങ്ങനെ മനസ്സുമെടുത്ത് ഞങ്ങൾ വേറൊരു കോളേജിൽ MBA ഇംഗ്ലീഷിന് വേണ്ടി അഡ്മിഷൻ എടുത്തു. അവിടെ പൈസ അടച്ചു. അപ്പോൾ അങ്ങനെ BA ഇംഗ്ലീഷിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം വൈകിട്ട് ഒരു ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ കമ്പ്യൂട്ടർ മുമ്പിൽ നിന്ന് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് തുടങ്ങും. BA ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തുടങ്ങാനുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനെ മനസ്സുമെടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് സെൻറ് തോമസ് കോളേജിൽ നിന്നൊരു വിളി വരുന്നത്. മോനെ അവിടെ സീറ്റ് ഉണ്ട്, അപ്പോൾ നിങ്ങളങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു സീറ്റ് കിട്ടുന്നു. പക്ഷെ നടക്കാൻ പോണ കാര്യമില്ല, നടക്കില്ല. കാരണം 4 സീറ്റുകൾക്ക് വേണ്ടി 220 റാങ്കിലുള്ള ഒരാൾ ഒരിക്കലും ആ 4 സീറ്റിൽ എത്തിപ്പെട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സുമെടുത്തപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മനസ്സൊന്ന് വിഷമിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ഞാൻ ആ സമയത്ത് ആ സീറ്റിൽ നിന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ തുള്ളുകയാണ് ചെയ്തത്. അത്രയധികം സന്തോഷം കൊണ്ട്. കാരണം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചൊരു കോഴ്സായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അതിനൊരു മാനസിക സംഘർഷം വേറെ, അപ്പൻ്റെ വിഷമം വേറെ. അത് കഴിഞ്ഞിട്ട് ആകെ ദുഃഖത്തിൻ്റെ ഒരു തീരത്തിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കും, മറ്റേ ചോസനിലൊക്കെ പത്രോസ് ഇങ്ങനെ മുങ്ങിത്താഴുമ്പോൾ ഞാനതുപോലെ ഒരു മുങ്ങിത്താഴുന്നൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ നമുക്ക് ചോസനിൽ നമുക്ക് കാണാം, ദൈവം സമുദ്രത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു വന്ന് കൈ പിടിച്ച് ഉയർത്തിയൊരു സിറ്റുവേഷൻ. അപ്പോൾ അതുപോലത്തെ ഒരു കൈ പിടിച്ച് ഉയർത്തിയൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ കൈ പിടിച്ച് ഞാൻ ഈശ്വരനെ തൊട്ടറിഞ്ഞൊരു നിമിഷത്തിലൂടെ ഞാൻ ആ ദിവസം കടന്നുപോയി. അപ്പോൾ ഞാനിങ്ങനെ കുറേ സഹോദരന്മാരോട് ഇങ്ങനെ പറയെങ്കിലും നമുക്കറിയാം, കുറേ ദൈവവിശ്വാസമില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ എത്തിപ്പെടുമ്പോൾ ഞാൻ ചുറ്റുള്ളവരെ നോക്കുകയാണ്. അവിടെ ഇരിക്കുന്നവരൊക്കെ 98%, 98%, 95%. ഞാൻ മാത്രമാണ് അതിൽ ഏറ്റവും കുറവുള്ള വ്യക്തി. എനിക്കാണെങ്കിൽ അവിടെ എനിക്ക് റെഫറൻസ് ചെയ്യാനായിട്ട് അച്ഛന്മാരുണ്ടായിരുന്നില്ല, മറ്റാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ റെഫറൻസിന് എനിക്ക് അവിടെ ഒരു സീറ്റ് കിട്ടി. അതിൽ ഞാൻ ദൈവത്തിനോട് സ്തുതി പറയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവം തൊട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെയും തൊടട്ടെ. പ്രൈസ് ഗോഡ്.